Hello friends, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എന്നാലും വാല്യൂഷൻ ക്യാമ്പുകളിൽ നിന്ന് അപ്ഡേറ്റുകൾ ഓരോ വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന വാല്യൂഷൻ ക്യാമ്പുകളിൽ പോയിട്ട് തിരിച്ചു വരുന്ന അധ്യാപകർ നൽകുന്ന സൂചനകളും പകുതി ഇൻഫർമേഷൻസും ഒക്കെയാണ്. അതിന്റെ ബേസിലാണ് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും വാല്യൂഷൻ അവസാന ഘട്ടത്തിലാണ്. മെയ് 2 വരെയാണ് ഡേറ്റ് എന്ന് നിങ്ങൾക്കറിയാം. അതിൽ പ്രധാനമായിട്ടും +1 ഇംപ്രൂവ്മെന്റ് വാല്യൂഷൻ ഏകദേശം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഫൈനൽ ടാബുലേഷൻ ബാക്കി കാര്യങ്ങളാണ്. അതുപോലെ തന്നെ +2 SSLC അവസാന ഘട്ടത്തിലുമാണ്. അപ്പോൾ വളരെ പ്രധാനമായിട്ടുള്ളൊരു വാർത്ത ഞാൻ ശ്രദ്ധിച്ചതാണ്. സുപ്രഭാതം ഓൺലൈൻ ഉൾപ്പെടെ പല ചാനലുകളും ഓൺലൈൻ മീഡിയസും അല്ലാതെയൊക്കെ വന്നതാണ്. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിൽ എത്തിയത് പകുതി പേർ. അതായത് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 26 വന്നൊരു പോസ്റ്റ് ഡേറ്റ് ആണ്. 2177 അധ്യാപകർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ ഈ വാല്യൂഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് പരീക്ഷാ ഭവൻ ഇപ്പോൾ ഹൈസ്കൂൾ അതായത് SSLCയുടെ ആണെങ്കിൽ ആ രീതിയിലും അതുപോലെ ഹയർ സെക്കൻഡറി ആണെങ്കിൽ DHC വഴിയുള്ള ക്രമീകരണം വെച്ചിട്ടാണ് അധ്യാപകരെ പോലും വാല്യൂഷൻ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ ഇത്തരം ഒരു വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അതായത് വാല്യൂഷൻ ക്യാമ്പുകളിൽ അധ്യാപകർ ഹാജരാകുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ എത്തുന്നില്ല എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ വാല്യൂഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അധ്യാപകനും നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാൻ പോകുന്നില്ല എന്ന് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ടും ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചില സംശയങ്ങൾക്ക് ഉത്തരവും കൂടിയാണ് ഈ ഒരു വീഡിയോ. ചിലരുടെയൊക്കെ പറയുണ്ടായി 35 മാർക്കുണ്ട്, 34 മാർക്കുണ്ട്, ഇതൊക്കെ 1 മാർക്ക് 2 മാർക്ക് കൂട്ടിയിട്ട് A+ ആക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു ഫാക്ടർ നിങ്ങളുടെ പേപ്പറിന്റെ ഓവറോൾ പെർഫോമൻസ് ആണ്. എല്ലാ അധ്യാപകരും സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് 1 മാർക്കിനൊക്കെ A+ കുറയുന്ന ഒരു സാഹചര്യം പേപ്പർ നോക്കി അവസാന മാർക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും എല്ലാം നോക്കി ആ ഒരു A+ എന്ന് പറയുന്ന ബ്രിഡ്ജിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് നോക്കുന്നത്. ഓക്കെ, അല്ലാതെ ആരും വ്യക്തിവൈരാഗ്യം എന്ന് കാണിച്ച് നിങ്ങളുടെ റോൾ നമ്പർ കണ്ട് 1 മാർക്കിനൊന്നും A+ കുറയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആകുന്നത് SSLC ആയാലും +1 ആയാലും +2 ആയാലും നിങ്ങളുടെ മറ്റ് ക്വസ്റ്റ്യനൊക്കെ ഉള്ള ഒരു എഴുത്ത് രീതി ഉണ്ടല്ലോ. എവിടെയെങ്കിലുമൊക്കെ അരമാർക്ക് കൂടി ഇടാനുള്ള പോയിന്റുകളുണ്ടോ, തന്നിട്ടുള്ള കാര്യം എഴുതിയിട്ടുണ്ടോ, ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഒരു ഓവറോൾ പെർഫോമൻസ് നോക്കിയിട്ടാണ് ആ അധ്യാപകൻ ഏതെങ്കിലും മാർക്കുകളിൽ അരമാർക്കൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ അതുകൂടി ഇട്ടിട്ട് ഓവറോൾ ഈ 34 അല്ലെങ്കിൽ 33 നിൽക്കുന്നതിനെ ബ്രിഡ്ജ് ചെയ്ത് 35 A+ ലെവലിലേക്ക് എത്തിക്കുന്നത്. അത് ആക്ച്വലി മോഡറേഷൻ അല്ല, ഒഫീഷ്യൽ മോഡറേഷൻ എന്നല്ല ഞാൻ പറഞ്ഞത്, അധ്യാപകർ നോക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ആദ്യമേ നോക്കി വരുന്ന അധ്യാപകൻ നല്ല ക്വസ്റ്റ്യൻസ്, നല്ല ആകർഷകമായ പേപ്പറാണ് എങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന് ഫൈനൽ ആൻസർ തെറ്റിയാൽ പോലും ആൻസർ ഹിന്റ് അനുസരിച്ച് ഒരു 4 മാർക്കൊക്കെ ആയിരിക്കും, ജസ്റ്റ് 4 തരാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇതെന്താണ്, വാല്യൂഷൻ പ്രക്രിയ കഴിഞ്ഞാൽ ഉടനെ തന്നെ അർഹതയുള്ള എല്ലാവർക്കും ഗ്രേസ് മാർക്ക് കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ അതിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി വാല്യൂഷനിൽ തന്നെ കടുപ്പമുള്ള വിഷയങ്ങൾ ഇപ്പോൾ +2 എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കെമിസ്ട്രി, മാത്സ് ഒക്കെ പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്സിനാണെങ്കിൽ അക്കൗണ്ടൻസി പറയുന്നവരുണ്ട്. SSLCയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ കെമിസ്ട്രി, സോഷ്യൽ സയൻസ്, മാത്സ്, ഇതിൽ മാത്സ് ഒഴിച്ച് നിർത്തിയ കെമിസ്ട്രി, സോഷ്യൽ സയൻസ്, ഈ വിഷയങ്ങളെല്ലാം അധികം ഒന്നും കടുപ്പിച്ചിട്ടല്ല നിങ്ങളുടെ വാല്യൂഷൻ ഉണ്ടാക്കുന്നത്, മീൻസ് വാല്യൂഷൻ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ അധികം ലിബറലാണ് എന്നുമല്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ, നിങ്ങൾ ഈ വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന പോലൊരു അവസ്ഥയല്ല, സ്ഥിതിവിശേഷമല്ല. വാല്യൂഷൻ ക്യാമ്പുകളിൽ പലർക്കും നല്ല മാർക്കുകൾ കിട്ടുന്നുണ്ട്. വളരെ ജെന്യുവനായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഊതിപ്പെരിപ്പിച്ച വാർത്തകളൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നിങ്ങളെ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കാൻ. തീർച്ചയായിട്ടും അപ്പോൾ അധ്യാപകർ കൃത്യമായിട്ട് പറയും മക്കൾക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത് ഇത്തവണ. അതുകൊണ്ട് തന്നെ വിജയ ശതമാനം കൂടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ +2ന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോമൺ ആയിട്ടൊരു ട്രെൻഡ് അനുസരിച്ച് A+കളുടെ എണ്ണം കുറയുമെന്ന ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പല വിദ്യാഭ്യാസ എക്സ്പെർട്സ്, നമ്മൾ വിദഗ്ധരിൽ നിന്നും വരുന്നുണ്ട്. അറ്റ് സെയിം ടൈം SSLCയുടെയും +2ന്റെയും വിജയ ശതമാനം കൂടാനുള്ളൊരു സാധ്യതയും നിലവിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ. എന്തായാലും വഴിയെ അറിയാൻ സാധിക്കും. നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് എന്ന് മനസ്സിലാകുന്നു. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.